വിശ്വസിക്കണോ വേണ്ടയോ കുറെ സംശയങ്ങളൊക്കെ ആയല്ലേ. ഞാൻ എൻ്റെതായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പാരൻസ് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലോ. ക്ലബ് FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. RJ ആമിയാണ് കൂടെ, എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, എന്റെ പേര് ജോൺസ് കെ ലൂക്കോസ്. ഞാൻ ചാത്തന്നൂർ ലൈഫ് സ്കിൽസ് ബീബ സെന്ററിന്റെ ഡയറക്ടറും സൈക്കോളജിസ്റ്റുമാണ്. ഞാൻ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് കാണുകയും പേരൻസുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരാളെ ഞാനിങ്ങനെ എന്താ പറയാ നോക്കിയിരിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരാളാണ് ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കൂടെ വേണ്ടതും. അപ്പോൾ നമ്മളിങ്ങനെ പാരൻസ് എന്തുമാത്രമാണ് കുട്ടികളെ ട്രസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 100 എന്നുള്ളൊരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ശതമാനം വിശ്വസിക്കണം, വിശ്വസിക്കാതിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് പറയാനുള്ള കാര്യം എന്താ? ഈ ടീനേജിലായിരിക്കും കൂടുതൽ അവർ പറയുന്ന കാര്യം നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റാതെ വരുന്നത്. പ്രത്യേകിച്ച് പേരൻസ് ചിലപ്പം അവനെ അംഗീകരിക്കാതെ വരുന്ന സമയത്തായിരിക്കും കൂടുതൽ ഇവൻ കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്, ഇവനെ കേൾക്കാതിരിക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായില്ലേ? പേരനെ പേടിച്ചിട്ട് കള്ളം പറയുന്ന ധാരാളം പേരുണ്ട്. അപ്പം എങ്കിലും ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കോമൺ ഗ്രൗണ്ടിലെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നത് 50-50 ആ ഒരു ഇതായിരിക്കും. 50-50 തന്നെ ആകാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ വെച്ച് നോക്കിയാലും കുട്ടികൾ ഇപ്പം പേരൻസ് ആദ്യം പറഞ്ഞാലും ഞാനൊരു 50% ഞാൻ വിശ്വസിക്കാറുള്ളൂ. കുട്ടി പറയുന്ന കാര്യം എടുത്താലും 50% വിശ്വസിക്കാറുള്ളൂ. പേരൻസ് കുട്ടിയെ വിശ്വസിക്കുന്നതും ഇത് തന്നെ ആയിരിക്കും, അതിന്റെ ഒരു കണക്ക് ഇത് തന്നെയാണ്. പക്ഷേ അവരൊരു സ്കൂൾ ഒരു അധികാരിയുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്തോ ചെല്ലുമ്പോൾ അവര് എപ്പോഴും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേ അവർ സംസാരിക്കത്തുള്ളൂ. അവിടെയാണ് എന്റെ കൊച്ച് ഇങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവർ വീട്ടിൽ ചെല്ലുമ്പോ ഇവൻ പറയുന്നതിനകത്തൊരു 50% ഇവരെടുക്കത്തുള്ളൂ. പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടത് തന്നെയാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റർ ജോൺ പറയുന്നത്. 50%, 50-50 ആ റേഷ്യോയിൽ മുന്നോട്ട് പോവുമായിരിക്കും ബെറ്റർ. ക്ലബ് FM 94.3 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇനി പാട്ട് കേൾക്കാം അല്ലെ. 2 പാട്ടുകൾ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ് ഇവിടെ. ടൺ കണക്കിന് മ്യൂസിക്, ടൺ കണക്കിന് ഫാൻ.